ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാനത് തുറന്ന് പറയുന്നത്, ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായി. എല്ലാവരും ഈ സമയത്ത് എൻ്റെ കുറച്ച് ഇൻകം ഉണ്ടായിരുന്നു. അത് തീർന്നപ്പോൾ എല്ലാവരും പോയി. അത് തീർന്നപ്പോൾ ബാങ്കിൻ്റെ കൊണ്ടത് കുറച്ച് പണയം വെച്ച് ഞങ്ങൾ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇതെല്ലാം തീർന്നപ്പോൾ കൂടെ നിന്നവരെല്ലാം 4 വഴിക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു അപകടം ഉണ്ടായിരുന്നു. പോത്തൻകുടി വെച്ചൊരു ഞാൻ കോട്ടയത്തൊരു വാമിനെ എടുത്തിട്ട് തിരിച്ച് വന്ന വഴിക്ക് ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊച്ചിനെ ഡിസ്ചാർജ് കൊണ്ട് പോയ ഒരു കാറ് എൻ്റെ കാറിൽ, അത് ഞങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങളെ വഴി കൂടെ വരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള കാറ് ഞങ്ങളെ വഴിക്കൽ ഇടിച്ച് പൊട്ടിച്ച് എൻ്റെ നട്ടിൽ പൊട്ടി 3 പൊട്ടലുണ്ടായിരുന്നു. അത് ഞാൻ കിടന്നു. അത് ഞാൻ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കിടന്നേ പറ്റില്ല, സ്പൈനൽ കോഡിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കിടന്നില്ല. ഞാൻ പിറ്റേന്ന് തന്നെ ഇറങ്ങി. അടുത്ത ദിവസം ഇറങ്ങി ഞാൻ ജോലിക്ക്, ഞാൻ പാമ്പ് പിടിക്കുമ്പോൾ. അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ഡെവലപ്പായി വന്ന സമയത്താണ് അടുത്തൊരു അപകടം ഉണ്ടാകുന്നത്. ഞാൻ അടുത്ത് കോട്ടയത്ത് തന്നെ കഞ്ഞിക്കുഴിയിലേക്ക് ഒരു പാമ്പിനെ പിടിക്കാനായിട്ട് പോകുന്ന സമയത്താണ് എന്താ പറയുക, നമ്മുടെ തട്ടത്ത് മല വെച്ച് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങളെ മുന്നിൽ കൂടെ ഒരു സാൻഡ്രോ അല്ല എനിക്ക് വന്നത് വാഗണറാണെന്നുണ്ട്, ഒരു ലേഡി ഓടിച്ചുകൊണ്ട് പോകുന്ന എൽബോർഡ് ഉണ്ടായിരുന്നു. അവർ കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നു. അവർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കുട്ടികളെന്തോ പുറകിൽ നിന്ന് തിന്നാൻ കൊടുത്തു. പെണ്ണുമ്പോൾ ഇങ്ങനെ തിരിച്ച് കഴിക്കാൻ വാങ്ങിയതാണ് ബാക്കിലേക്ക്. അപ്പോഴത്തെ വഴി തെറ്റി വണ്ടി കട്ടിങ്ങിലിടിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ അതിലിടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിയതാണ്. ഞങ്ങൾ ഇതിലും ഇടിച്ച് ഞങ്ങൾ സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ പോയി. അതിലും എനിക്ക് മണ്ടയും പൊട്ടി, മൂക്കും പൊട്ടി, നട്ടലിൽ 3 പൊട്ടലുണ്ട്. അങ്ങനെ ആ പൊട്ടലിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന്. എൻ്റെ സുഹൃത്തുക്കളുടെ സാറുണ്ടായിരുന്നു. ഡോക്ടർ റെസ്റ്റ് എടുക്കണം. ഞാൻ അങ്ങനെ കിടക്കുമ്പോഴാണ് എന്നെ ആലപ്പുഴ നമ്മുടെ കുറിച്ചിന്ന് വിളിക്കുന്നത്, കോട്ടയത്ത് വെച്ച് കിട്ടി വിളിക്കുന്നത്. അവർ വിളിച്ചു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. ഇന്നലെ ഇടി കിട്ടിയതേ ഉള്ളൂ. ഇന്ന് ഞാൻ കിടക്കുകയാണ്. എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വന്നു, വാർത്ത സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോഴും ഞാൻ എൻ്റെ കൂടെ അടുത്ത വണ്ടിയിലുണ്ടായിരുന്ന ആക്സിഡൻ്റ് ഉള്ളവരൊക്കെ കൂടെ എടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഞാൻ ഒരിക്കലും അവരെ കളഞ്ഞിട്ട് വന്നില്ല. ഞങ്ങളെ വണ്ടി ഇടിച്ച 2 കേസിലും അവരെ എടുത്ത് തന്നെ ആംബുലൻസ് കയറ്റുന്ന മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്.